തിരികെ വാർത്തകളിലേക്ക് എത്തുകയാണ്. ഈ സമയത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ് അമേരിക്കയും ഇറാനും എന്നുള്ളതാണ്. ചർച്ചയ്ക്ക് ഇറാനിലെ പുതിയ നേതൃത്വം ആഗ്രഹം പ്രകടിപ്പിച്ചതായും താൻ അംഗീകരിച്ചതായും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്. പ്രശ്നപരിഹാരത്തോട് സഹകരിക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സന്നദ്ധത അറിയിച്ചതായി ഒമാൻ വിദേശകാര്യമന്ത്രിയും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ സംഘർഷഭരിതമായ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഒടുവിൽ ചർച്ചയ്ക്കുള്ള നേരിയ സാധ്യത, അതിന്റെ ഒരു തുടക്കം എന്നോണം ഇപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും, ഇറാനിൽ നിന്നും ഒപ്പം തന്നെ അമേരിക്കയിൽ നിന്നും ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരുന്നു, അതിന്റെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരുന്നു എന്നുള്ള വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാനിലെ പുതിയ നേതൃത്വം എന്നാണ്. ആ പുതിയ നേതൃത്വം എന്ന് പറയുന്നത് അയത്തുള്ള അലി ഖാംനെയുടെ പിന്മുറക്കാരനായി പുതിയ വന്ന നേതൃത്വമാണോ, അതല്ല തങ്ങളുടെ ഇഷ്ടക്കാരായി അമേരിക്കയും ഇസ്രായേലും കണക്കാക്കുന്ന ഇറാനിലുള്ള അവരുടെ ആളുകളാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. MCA നാസർ വളരെ വിശദമായി ഈ കാര്യങ്ങൾ പറയും നമ്മളോട്. MCA, നമ്മൾ ചർച്ചയുടെ സാധ്യതകൾ അത് വലിയ അകലത്തിലാണ് എന്നാണല്ലോ ഇത്രയും നേരം പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോഴിതാ ഒരു നേരിയ പ്രതീക്ഷയുടെ വെളിച്ചം മുന്നിലേക്ക് വരികയാണ്. ചർച്ചയ്ക്ക് സന്നദ്ധമാണ്, അല്ലെങ്കിൽ ചർച്ചയാകാം എന്നുള്ള കാര്യത്തിലേക്ക് ഇറാനും അമേരിക്കയും വരുന്നു എന്നുള്ളത് വിശ്വസനീയമായ വാക്കുകൾ തന്നെയാണോ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്? അപ്പോൾ ട്രംപ് പറയുന്നുണ്ടല്ലോ പുതിയ നേതൃത്വം ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്ന്. പക്ഷെ നമുക്ക് ഇതിൽ വളരെ വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യം, ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഈ വിഷയത്തിൽ സന്നദ്ധത അറിയിച്ചു എന്ന് ഒമാന്റെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു തുടക്കം അതാകുമോ ഈ സമയം? മഹേഷ്, തീർച്ചയായിട്ടും ഒരു ഇരുട്ടിലൊരു വെളിച്ചം വന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രയും സംഘർഷപൂർണമായിട്ട് തുടരുന്ന 48 മണിക്കൂറുകൾ അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ വളരെ പ്രതീക്ഷ നൽകുന്ന ചില പ്രതികരണങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതിന് ഏറെക്കുറെ പൂർണ്ണമായിട്ട് പിന്തുണച്ചുകൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ ഒരു പ്രതികരണം വരുന്നു. നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രതീക്ഷ മാത്രമാണ്. ഇതൊരു പ്രായോഗിക തലത്തിലേക്ക് ഏത് വിധത്തിൽ കടക്കും, ആ ചർച്ചയുടെ സ്വഭാവം എന്തായിരിക്കും, അതും കൃത്യമായിട്ടുള്ള ഏതെങ്കിലും ഉപാധികളുടെ പുറത്തായിരിക്കുമോ ചർച്ച എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. കാരണം നേരത്തെയും പലവട്ടം ചർച്ചകൾ നടന്നതാണ്. മസ്കത്തിൽ ചർച്ച നടന്നു, ജനീവയിൽ ചർച്ച നടന്നു, വിയന്നയിൽ ചർച്ച നടക്കാനിരിക്കെയാണ് തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു യുദ്ധം ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാൻ അമേരിക്കയും ഇസ്രായേലും തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പം ട്രംപ് അറ്റ്ലാന്റിക് മാഗസിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ഈ കാര്യം വളരെ വ്യക്തമായി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇറാനിലെ പുതിയ നേതൃത്വം എന്നതാണ്. മഹേഷ് സൂചിപ്പിച്ചതുപോലെ ആ നേതൃത്വം എന്നത് ഇപ്പോൾ പുതുതായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പരമോന്നത ആത്മീയ നേതാവിന്റെ സ്ഥാനത്തേക്ക് താൽക്കാലികമായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെയാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല തന്റെയും ഇസ്രായേലിന്റെയും താല്പര്യമുള്ള വിപ്രവാസ ജീവിതം നയിക്കുന്ന ഷാ പഹ്ലവി ഉൾപ്പെടെയുള്ളവരെയാണോ, ആരെയാണ് ട്രംപ് ഈ പരാമർശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വ്യക്തമല്ല. അദ്ദേഹം അത് വിശദീകരിച്ചിട്ടുമില്ല. അദ്ദേഹം പറയുന്നത് പുതിയ ഭരണ നേതൃത്വം ഞാനുമായി ബന്ധപ്പെട്ടു, ഞങ്ങൾക്ക് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ അഭ്യർത്ഥന ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ തയ്യാറാണ് എന്ന് ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട് എന്ന ഒരു പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. തീർച്ചയായിട്ടും അത് ഒരു വിപ്രവാസ ജീവിതം നയിക്കുന്ന തങ്ങളുടേതായിട്ടുള്ള സിൽബന്ദികളാകാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ ഈ നിലവിലുള്ള ഒരു ഭരണ കേന്ദ്രത്തിലെ വ്യക്തികളോ അതോ ഒരുമിച്ച് തന്നെയുള്ള ഒരു അഭ്യർത്ഥന ഇറാനിൽ നിന്ന് പോയിട്ടുണ്ടോ, ഇനി അത് തന്നെ വാസ്തവമാണോ, അതോ ട്രംപ് തന്റേതായിട്ടുള്ള ഒരു നിഗമനം പങ്കുവെക്കുക മാത്രമാണോ ചെയ്തതെന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും നിലവിലുള്ള പുതിയ ഇറാൻ നേതൃത്വം താനുമായി ബന്ധപ്പെട്ടു, ചർച്ചയ്ക്ക് തങ്ങൾക്ക് ഇരിക്കണം, ആ ചർച്ചയോട് തങ്ങൾ അനുമതി നൽകണം എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഞാനത് അംഗീകരിച്ചിരിക്കുന്നു, ഞാൻ ഏതായാലും അവരുമായി സംസാരിക്കാൻ പോവുകയാണ് എന്നൊരു പ്രതികരണമാണ് അറ്റ്ലാന്റിക് മാഗസിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നാലെയാണ് ഒമാന്റെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രി
വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി സംസാരിച്ചിരിക്കുന്നത്. ബദറിൽ ബുസൈദിയുമായിട്ട് നടന്ന ആ സംസാരത്തിന്റെ ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിലാണ് ഇക്കാര്യം അടിവരയിട്ട് പറയുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, ഈ സംഘർഷം ലഘൂകരിക്കാൻ താൻ സന്നദ്ധമാണ്, അല്ലെങ്കിൽ ഇറാൻ സന്നദ്ധമാണ്, അതുമായി ബന്ധപ്പെട്ട പ്രക്രിയയോട് പൂർണ്ണമായിട്ടും തങ്ങൾ സഹകരിക്കാൻ സന്നദ്ധത ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു എന്നത് ഒമാന്റെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിലാണുള്ളത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു ചർച്ചയ്ക്കുള്ള സന്നദ്ധത വന്നിരിക്കുന്നു. ഇനി അതിന് പ്രയോഗ തലത്തിലേക്ക് അത് കൊണ്ടുവരാൻ ആര് അതിന് മുൻകൈയെടുക്കും? തീർച്ചയായിട്ടും അതിന് മുൻകൈയെടുക്കുന്നത് ഒമാൻ തന്നെ ആയിരിക്കും എന്നതാണ് ഇപ്പോൾ ഇതുവരെയുള്ള അനുഭവം. കാരണം ഇറാനും അമേരിക്കയ്ക്കും ഒരു ഇടനിലക്കാരനായിട്ട് പൂർണ്ണമായിട്ടും അവർ കാണുന്നത് ഒന്നുകിൽ ഖത്തർ അല്ലെങ്കിൽ ഒമാനാണ്. അപ്പോൾ ഒമാനും ഖത്തറും ചേർന്നുകൊണ്ടുള്ള ഒരു മധ്യസ്ഥ നീക്കത്തിലൂടെ ഈ പിന്നിട്ട 48 മണിക്കൂറിലധികമായി തുടരുന്ന ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാനാകുമോ? ഈ ഏറ്റവും പ്രക്ഷുബ്ധമായിട്ടുള്ള രാഷ്ട്രീയ സൈനിക സംഘർഷം ലഘൂകരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു അവസരം അത് രണ്ടു കൂട്ടരും തയ്യാറായ സ്ഥിതിക്ക് അതിന് പ്രായോഗിക രൂപം നൽകാൻ ഗൾഫ് രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് കൂടി ഒരുപക്ഷെ ഈ രാത്രിയിൽ തന്നെ മറുപടി ലഭിക്കും. കാരണം ഗൾഫ് വിദേശകാര്യമന്ത്രിമാരുടെ ഓൺലൈൻ മീറ്റിംഗ് നടക്കാനിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടവർ അജണ്ടയായി കണ്ടിരുന്നത് ഇറാൻ തങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളും അതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള കൂട്ടായിട്ടുള്ള ഒരു പ്രതികരണവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അമേരിക്കയും ഇറാനും ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിക്കുകയും സംഘർഷം ലഘൂകരിക്കാൻ സാധ്യമായതൊക്കെ ചെയ്യാമെന്ന് ഇരു കൂട്ടരും അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പ്രായോഗികമായി തന്നെ ഗൾഫ് രാജ്യങ്ങളും അതിന് മുൻഗണന നൽകാനായിരിക്കും പിന്നെ നീക്കമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ പ്രതീക്ഷ നൽകുന്ന പ്രതികരണങ്ങളാണ് ഇപ്പം ഈ കലുഷിതമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ, ഏറ്റവും പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രായോഗികമായ നീക്കങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ഗൾഫ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ചർച്ചയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ചൈനയും റഷ്യയും ഒക്കെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഈ സംഘർഷം ലഘൂകരിക്കാൻ തങ്ങളുടേതായിട്ടുള്ള പങ്ക് അർപ്പിക്കാൻ തയ്യാറാണെന്ന് ഈ രാജ്യങ്ങളൊക്കെ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ രണ്ടു കൂട്ടരെയും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്താനോ അതല്ലെങ്കിൽ ഈ ആക്രമണം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു താൽക്കാലിക വെടിനിർത്തലിനുള്ള ഒരു അവസരം ഒരുങ്ങുമോ എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ പ്രതികരണങ്ങൾ. ഇനി അതിന്റെ തുടർ നീക്കങ്ങൾ, തുടർ നടപടി